ഗൈസ് ഓഫ് റോഡ് ട്രക്കിംഗ് കാണാൻ പോയ ഒരു വീഡിയോ കണ്ടാലോ. നാളെ വിഷു ആയതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല മ്യൂസിക് ഉണ്ടാവും. സോ ഐ ഡോണ്ട് കെയർ. പോരാത്തിന് ഉമ്മാന്റെ വിസിലടി കാര്യാക്കണ്ട, ഇതൊക്കെ സ്വാഭാവികം. സോ കം ടു ദ പോയിന്റ്. കാണാൻ പോകുന്നത് എന്താണ്? ട്രക്കിംഗ്. ഒരു നിരന്ന സ്ഥലമാണ് കണ്ടപ്പോ ഉമ്മാന്റെ ഡയലോഗ്. അതാണ് സ്ഥലം തന്നെ സ്ഥലം. ക്യാമറയൊക്കെ ഓഫാക്കി ഞാൻ മണ്ടി ഒന്നാണ് ക്യാമറ കണ്ടിട്ട്. അപ്പൊ ഇതാ കിടക്കണം പോഴ. സാരില്ല പാവല്ലേ. പിന്നെ ഉമ്മാനെ പറഞ്ഞിട്ടും കാര്യമില്ല, ഉമ്മാന്റെ മനസ്സിൽ ഫുള്ള് ട്രക്കിംഗ് ആണ്. അങ്ങനെ നമ്മളെ സ്ഥലത്തെത്തി. ഈ സ്ഥലത്തേക്ക് വരാൻ തന്നെ വലിയൊരു കാരണമുണ്ട്. ഉമ്മാന്റെ വണ്ടി ഭ്രാന്ത്. ജീപ്പ് അങ്ങനത്തെ ഐറ്റംസ് എവിടെ ഉണ്ട് എന്ന് കണ്ടാലും ഉമ്മ അങ്ങോട്ട് ഓടി. കുറെ കാലമായി എന്റെ ഉമ്മാന്റെ വണ്ടി ഭ്രാന്ത് തുടങ്ങിയിട്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സൗണ്ട് ഒന്നും കെയർ ചെയ്യണ്ട. ഇനി പറയാനുള്ളത് ഇപ്പാനെ പറ്റിയാണ്. ഇമ്മാന്റെ എന്താഗ്രഹങ്ങൾ ഇപ്പൊ സാധിച്ചു. ശരിക്കും ഒരു ലീവ് പോലും ഇല്ലാത്ത മനുഷ്യനാണ് എന്റെ. ബട്ട് ഉമ്മച്ചിന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടി ലീവ് എടുത്തു. ഈ ചാടി കയറി വരുന്നൊക്കെ എന്റെ ആവേശം കൊണ്ടാട്ടോ. വിഷുവിന്റെ എഫക്ഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. സാരല്ല, ട്രാക്കൊക്കെ റെഡിയാക്കിയാണ്ടാണ് ഈ JCB ആയിരുന്നു ഇറങ്ങിയിരുന്നത്. ഇതും കൂടി കണ്ടപ്പോ ഉമ്മക്ക് ആവശ്യം കൂടി. ഒരു ജീപ്പാണ് കിട്ടിയണെങ്കിൽ എടുത്താണ് പോയി. ആവേശം കൊണ്ട് ഈ കിടക്കണ ചുവപ്പ് വണ്ടി പജേറോ ആണെന്ന് ഉമ്മ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞ്. ഞാൻ തന്നെ നെട്ടിപ്പോയി. അങ്ങനെ നമ്മള് മുകളിലെത്തി. നിങ്ങളെന്താ ഇവിടെ ഇരിക്കണേ? നിങ്ങളാണെന്താ ഓടിക്കണേ? വെറുതെ കയറിയിരുന്ന സത്യം പറഞ്ഞു. അപ്പൊ ഇതാണ് നമ്മളെ സ്ഥലം. ഇനി കുറച്ച് വീഡിയോ കണ്ടോളി. ഇപ്പൊ കേട്ടത് ഉമ്മാന്റെ ആവേശാണ്. എല്ലാം കഴിഞ്ഞപ്പോ ഞങ്ങൾ ഏകദേശം തളർന്നിട്ടാ. അപ്പൊ നമ്മള് വെള്ളം കുടിക്കാനാണ് കയറി. അത് കഴിഞ്ഞാൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത മൂന്നാളപ്പോ ഒരു റീലാണ്ട് എടുത്ത് പോന്നപ്പോ ഉപ്പാന്റെ ഒരു ഡയലോഗ്. എന്റെ വണ്ടി ഭ്രാന്തോണ്ടാണ് ഇപ്പൊ ഇത് കാണാൻ പറ്റിയെന്ന്. ആരത്? ഉമ്മാന്റെ ഭ്രാന്തി. പോണേന്റെ അടിയിൽ മാങ്ങ കണ്ട പൊലിവാണ് ഓനാ പോണത്. പിന്നെ മേറിനെ പോലെ ക്യൂട്ട്നെസ് ഇട്ട് നമ്മള് നേരെ പെരക്കാണ് പോയപ്പോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ബൈ.